ഈ സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, പൊതുനിരത്തുകളിൽ സഞ്ചരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, ക്ഷേത്രത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, ക്ഷേത്രപ്രവേശനത്തിനുള്ള സ്വാതന്ത്ര്യം ഒരു സുപ്രഭാതത്തിൽ നേടിയതല്ല. പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന സമരങ്ങൾക്കൊടുവിൽ നേടിയെടുത്തതാണ്. ആരുടെയും ഔദാര്യമായിരുന്നില്ല. വൈകുണ്ഠസ്വാമികൾ, വാഗ്ഭടാനന്ദൻ, ബ്രഹ്മാനന്ദ ശിവയോഗി, ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ, അയ്യങ്കാളി, മന്നം, നാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, ടി.കെ. മാധവൻ, കേളപ്പൻ, സി.വി. കുഞ്ഞിരാമൻ, കെ.പി. കേശവമേനോൻ, വക്കം മൗലവി, ചാവറയച്ചൻ, പൊയ്കയിൽ യോഹന്നാൻ, കറുപ്പൻ, പൽപ്പു, സഹോദരൻ അയ്യപ്പൻ തുടങ്ങിയവരുടെ പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്തതാണ് ഈ സ്വാതന്ത്ര്യം. 19-ാം നൂറ്റാണ്ടിലായിരുന്നു കഥയുടെ തുടക്കം. 1813കളിൽ കഥ തുടങ്ങുകയാണ്. കേരളത്തിന്റെ സാമൂഹിക ക്രമം തന്നെ മാറ്റിയെഴുതിയ, തിരുവിതാംകൂറിൽ ആകമാനം മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി തുടങ്ങിയ ആദ്യത്തെ സമരമായി ചാന്നാർ ലഹളയെ കണക്കാക്കാവുന്നതാണ്. 1813 തുടങ്ങി ഒടുവിൽ 1889 ജൂലൈ മാസം 26-ാം തീയതി തിരുവിതാംകൂറിന്റെ പൊന്നുതമ്പുരാൻ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ മദ്രാസ് ഗവർണറായിരുന്ന ലോർഡ് ഹാരിസിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് തിരുവിതാംകൂറിൽ മാറുമറയ്ക്കാനുള്ള സമരത്തിന് അറുതിയുണ്ടാകുന്നതും ജാതിമത ഭേദമന്യേ ഏവർക്കും മാറുമറയ്ക്കാനുള്ള അവകാശം ലഭിക്കുന്നതും. കഥ അവസാനിക്കുന്നില്ല. വീണ്ടും വരികയാണ് കഥയിലേക്ക് ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ. ഇനി മറക്കേണ്ടത് മാറല്ല, മാറിൽ തുടങ്ങി മുട്ടിനു താഴെ കാൽപാദം വരെ നീണ്ടു നിൽക്കുന്ന അച്ചിപ്പുടവ ധരിക്കണം. അതിനായി അദ്ദേഹം കായംകുളത്തെ പതിയൂരിൽ ആയിരക്കണക്കിന് അവർണ സ്ത്രീകളെ അണിനിരത്തി നടത്തിയ സമരം ചരിത്രത്തിൽ അച്ചിപ്പുടവ സമരം എന്നറിയപ്പെടുന്നു. വീണ്ടും ആവശ്യങ്ങളാണ്. ഒരു തരി പൊന്നണിയണം. ആറാട്ടുപുഴ തന്നെ ഹീറോ. പന്തളം ചന്തയിലൂടെ നൂറുകണക്കിന് ഈഴവ സ്ത്രീകളെ അണിനിരത്തി ആറാട്ടുപുഴ മുന്നിൽ നിന്ന് നയിച്ച സമരമായിരുന്നു മുക്കുത്തി സമരം. സവർണന് വെല്ലുവിളിയായി ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ വളർന്നുകൊണ്ടേയിരിക്കുന്നു. നേർക്കുനേരെ തീർക്കാൻ ധൈര്യമില്ല. ഇരുട്ടിന്റെ മറവിൽ കായംകുളത്ത് വെച്ച് ചതിയിലൂടെ ആറാട്ടുപുഴയെ തീർക്കുന്നു. കേരള നവോത്ഥാനത്തിന്റെ ആദ്യ രക്തസാക്ഷിയായി ആറാട്ടുപുഴ മാറുന്നു. ഇനിയൊരു 1.5 വരവാണ്. വരുന്നത് വില്ലുവണ്ടിയിലാണ്. മണികെട്ടിയ കാളവണ്ടിയിൽ നായർ പ്രഭുവിനെ പോലെ സ്വർണ്ണ തലപ്പാവും ധരിച്ച് സവർണ മേധാവിത്വത്തെ വെല്ലുവിളിച്ച് വെങ്ങാനൂരിൽ നിന്നും കവടിയാർ കൊട്ടാരത്തിലേക്ക് ആളിക്കത്തിയ തീപ്പൊരിയായി അയ്യങ്കാളി വരുന്നു. പലയിടത്തും അദ്ദേഹം ബ്രൂട്ടലായി അറ്റാക്ക് ചെയ്യപ്പെടുന്നു. അതിനെയെല്ലാം തൃണവൽക്കരിച്ച് ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോൾ തിരുവിതാംകൂർ ഒടുവിൽ ഒരു ഉത്തരവിറക്കി. ഇനി അങ്ങോട്ട് അവർണന് സഞ്ചാര സ്വാതന്ത്ര്യം ആകാം. അപ്പോഴും ഒരു എക്സെപ്ഷൻ. ക്ഷേത്രത്തിലേക്കുള്ള പൊതുനിരത്തുകളിൽ സഞ്ചാര സ്വാതന്ത്ര്യമില്ല എങ്കിലും ബാക്കിയുള്ള പൊതുവഴികളിലൂടെയെല്ലാം അവർണന് സഞ്ചരിക്കാം. ഇനി വേണ്ടത് വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസം നേടിയെടുക്കാൻ പഞ്ചമി, ഒരു ദളിത് പെൺകുട്ടി ഊരൂട്ടമ്പലം സ്കൂളിലെത്തുന്നു. പഞ്ചമി ആക്രമിക്കപ്പെടുന്നു. അയ്യങ്കാളി സഹായത്തിനെത്തുന്നു. ഒടുവിൽ സ്കൂളിന് തീയിടുന്നു. അയ്യങ്കാളി കലാപം ഏറ്റെടുക്കുന്നു. എങ്ങടെ കുട്ടിയെ സ്കൂളിൽ പഠിപ്പിച്ചില്ല എങ്കിൽ അവിടെയെല്ലാം മുടിപ്പുല്ല് കുരിപ്പിക്കും എന്ന മുദ്രാവാക്യവുമായി ഊരൂട്ടമ്പലം ലഹളയും നടക്കുന്നു. കഥ കഴിയുന്നില്ല. ഇനി വേണ്ടത് അവർണനും സവർണനും തമ്മിലുള്ള കാഴ്ചയിലുള്ള വ്യത്യാസം മാറ്റണം. അവർണൻ അന്നത്തെ കാലഘട്ടത്തിൽ അവന്റെ അവർണതയുടെ പ്രതീകം, അടിമത്തത്തിന്റെ പ്രതീകം, കല്ലുമാലയും ധരിച്ചുകൊണ്ട് വേണമായിരുന്നു സഞ്ചരിക്കാൻ. അതിനെയെല്ലാം തൃണവൽക്കരിച്ച് അയ്യങ്കാളി വെങ്ങാനൂരിൽ നിന്നും ആഹ്വാനം ചെയ്യുകയാണ്. കല്ലുമാലകൾ പൊട്ടിച്ചു നടത്തിയ ഈ സമരം ചരിത്രത്തിൽ അറിയപ്പെടുന്ന പേരാണ് കല്ലുമാല സമരം. മാറും മറച്ച് അച്ചിപ്പുടവയും ധരിച്ച് മുക്കുത്തിയും ഇട്ട് സഞ്ചാര സ്വാതന്ത്ര്യവും നേടി കല്ലുമാലകളും പൊട്ടിച്ച് വിദ്യാഭ്യാസവും നേടിയ അവർക്കിടയിൽ ഇനി വേണ്ടത് ക്ഷേത്രത്തിലേക്കുള്ള പൊതുവഴികളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യമായിരുന്നു. അതിനായി തുടങ്ങുന്നു 1924 മാർച്ച് മാസം 30 വൈക്കത്ത് സത്യാഗ്രഹം. 1925 നവംബർ മാസം 23-ാം തീയതി സത്യാഗ്രഹത്തിന്റെ 603-ാമത്തെ ദിവസം തിരുവിതാംകൂറിന്റെ തമ്പുരാട്ടി റാണി സേതുലക്ഷ്മി ഭായ് ഉത്തരവിറക്കി. സഞ്ചാര സ്വാതന്ത്ര്യം ആകാം. അപ്പോഴും ഒരു കണ്ടീഷൻ, കിഴക്കേ നട ഒഴികെ
ബാക്കിയുള്ള 3 നടകളും അവർണർക്കായി തുറന്നു കൊടുക്കുന്നു. ഒടുവിൽ 1928 ഐതിഹാസിക സമരങ്ങൾക്കൊടുവിൽ വൈക്കം ക്ഷേത്രത്തിന്റെ 4 വഴികളും അവർണർക്കായി തുറന്നു കൊടുത്ത വൈക്കം സത്യാഗ്രഹം വിജയം കണ്ടത്. വൈക്കത്ത് നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ശുചീന്ദ്രം, ഗുരുവായൂർ, പാലിയം സത്യാഗ്രഹങ്ങൾ ഉണ്ടാകുന്നു. സത്യാഗ്രഹങ്ങൾക്കൊടുവിലായിരുന്നു തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും മലബാറിലെയും ക്ഷേത്രങ്ങൾക്കുള്ളിൽ അവർണർക്ക് പ്രവേശനം ലഭിക്കുന്ന ക്ഷേത്ര പ്രവേശന വിളംബരം യാഥാർത്ഥ്യമായത്. ചാന്നാർ ലഹളയിൽ തുടങ്ങി തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും മലബാറിലെയും ക്ഷേത്ര പ്രവേശന വിളംബരങ്ങളിൽ അവസാനിക്കുന്ന സാമൂഹിക പരിഷ്കരണ മുന്നേറ്റങ്ങളുടെ ഈ കഥ ഇതൊരു പരമ്പരയാണ്. ഇതിന്റെ തുടക്കം 19-ാം നൂറ്റാണ്ടിലായിരുന്നു. 1813-കളിലായിരുന്നു ചാന്നാർ ലഹളയിലൂടെ കഥ ഇവിടെ തുടങ്ങുന്നു.